അപാകതകൾ പരിഹരിച്ച് ദേശീയപാത നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന് CPI ആവശ്യമുന്നയിച്ച് കായംകുളത്ത് ജനകീയ പ്രക്ഷോഭം നടത്തി. കായംകുളം ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു ജനകീയ പ്രക്ഷോഭം. അപാകതകൾ പരിഹരിച്ച് ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് CPIയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. കായംകുളത്ത് CPI ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് വെള്ളപ്പൊക്കവും ദുരിതവും സൃഷ്ടിക്കുന്ന അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണത്തിനെതിരെ ജനകീയ പ്രക്ഷോഭം നടത്തിയത്. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രീയമായി അതിന്റെ നിർമ്മാണം ഉണ്ടാകണം. ഏത് ഘട്ടത്തിലാണെങ്കിലും അമിതമായ മഴയുണ്ടായാൽ ആ വെള്ളം ഒഴുകിപ്പോകുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടാകണം. അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കാൻ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാകണം. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ആയിരക്കണക്കിന് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ജീവിതത്തെ അത് ബാധിക്കുന്നുണ്ട്. അവർക്ക് മറ്റേതെങ്കിലും പ്രദേശങ്ങളിൽ അതുകൊണ്ട് ഇത് പാർക്ക് ചെയ്ത് ഹൈവേയിൽ നിന്ന് ആളുകൾ എടുക്കാൻ കഴിയുന്ന സ്ഥിതിയല്ല. അതുകൊണ്ട് തന്നെ ഓരോ കേന്ദ്രങ്ങളിലും ഓട്ടോറിക്ഷകൾക്ക് പാർക്ക് ചെയ്യാനുള്ള പ്രത്യേക സൗകര്യം ഉണ്ടാകണം എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കൗൺസിൽ യോഗം ഓൺലൈനിൽ ചേർന്ന ഓരോ പ്രദേശത്തും നിലനിൽക്കുന്ന വിഷയങ്ങൾ അത് പ്രത്യേകം പരിഗണിച്ച് തയ്യാറാക്കി നമ്മൾ കൊടുത്തിട്ടുള്ള നിവേദനത്തിൽ ആ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ വിഷയങ്ങൾ പ്രത്യേകം നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഇതിന്റെ തുടക്കമുണ്ടായ ഘട്ടങ്ങളിൽ പ്രക്ഷോഭം വേണം എന്ന പല കേന്ദ്രങ്ങളിൽ നിന്നും നമ്മളോട് ആളുകൾ ആവശ്യപ്പെട്ടു. CPI ഭരണിക്കാവ് മണ്ഡലം സെക്രട്ടറി ആദർശ ശിവൻ അധ്യക്ഷത വഹിച്ചു. CPI കായംകുളം മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് AS സുനിൽ സ്വാഗതം പറഞ്ഞു. CPI സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് A ഷാജഹാൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KG സന്തോഷ്, അഡ്വക്കേറ്റ് N ശ്രീകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം R ഗിരിജ, മണി വിശ്വനാഥ്, AA റഹീം, A ഷിജി, S അനിൽകുമാർ, AK സജു, SN, D ത്യാഗരാജൻ, ഉണ്ണി ജെ വാര്യത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.